വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകൾ വിവാദമാവുകയാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പറഞ്ഞ 2-3 പ്രസ്താവനകൾ, സതീശനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ മലപ്പുറത്തെ സംബന്ധിച്ചുള്ള വിഷയം, അദ്ദേഹം പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഈഴവ സമുദായം നിർണായക ശക്തിയായി മാറണം. അതായത് ഈഴവ സമുദായത്തിൽ പെടുന്നവർ പറയുന്നത് ആ പാർട്ടിക്ക് അനുസരിക്കേണ്ടി വരുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തണം. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യവസായങ്ങൾ മുഴുവൻ മുസ്ലിങ്ങളുടെ കയ്യിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ ക്രിസ്ത്യാനികളുടെ കയ്യിലുമായി തീരുകയാണ്. ഇങ്ങനെ പോയാൽ VS പറഞ്ഞതുപോലെ 2040 ഇവിടെ ഒരു മുസ്ലിം സംസ്ഥാനമായി മാറും എന്ന് VS പറഞ്ഞതിന് അധിക സമയം പോകില്ല, 2040 വരെ പോകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ വലിയ രീതിയിലാണ് ഇപ്പോൾ ഒരു കമ്മ്യൂണലായ രീതിയിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി BDJS അധ്യക്ഷനാണ്. അപ്പോൾ BJPയെ സുഖിപ്പിക്കുക എന്നുള്ള അർത്ഥത്തോടു കൂടി പറഞ്ഞതെന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിനിടയിലും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിലുമൊക്കെ വലിയ അവമതിപ്പ് വെള്ളാപ്പള്ളിയുടെ ഈ പ്രസ്താവനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം, ഇപ്പോൾ 1-ാം ക്ലാസ്സിലെ കണക്കെടുത്താൽ, 1-ാം ക്ലാസ്സിലെ കുട്ടികളുടെ കണക്കെടുത്താൽ മുസ്ലിം കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അഡ്മിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ഭൂരിപക്ഷം, മുസ്ലിം ജനസംഖ്യ കൂടുന്നു, ഇത് യാഥാർത്ഥ്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ പറയുന്നത്. ഇത് എങ്ങനെ നോക്കിക്കാണാം ഇതിനെ? SNDPയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹം കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുകയും നോക്കിക്കാണുകയും ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായിട്ടുള്ള ഒരു സാമൂഹികപരമായിട്ടുള്ള മാറ്റം, ആ മാറ്റത്തെ കുറേ കാലങ്ങളായി, അത് NSSൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും KPMSൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും SNDPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത് ക്രിസ്തീയ മുസ്ലിം വിഭാഗങ്ങളുമൊക്കെ അവർ അവരവരുടേതായിട്ടുള്ള വിലയിരുത്തലുകൾ നടത്തുകയും അവരവരുടേതായിട്ടുള്ള തങ്ങളുടെ സമുദായത്തിനും തങ്ങളുടെ സമൂഹത്തിനും വേണ്ടി എന്താണോ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കേണ്ടത്, അതല്ലെങ്കിൽ അതിനു വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത്, അത് ചെയ്യുന്ന വിഭാഗങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ സംഘടനകളാണ്, സാമുദായിക നേതൃത്വമാണ്. ആ സാമുദായിക നേതൃത്വത്തെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അത് സാമൂഹികപരമായും രാഷ്ട്രീയപരമായും സൃഷ്ടിക്കുക എന്നുള്ളത് അവരുടെ പ്രചരണത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും കൂടി ഭാഗമാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ നമുക്ക് തെറ്റായി കാണാൻ കഴിയുമോ? തെറ്റായി കാണാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന വിഷയങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലും വരുന്ന സാഹചര്യങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണല്ലോ അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തുന്നത്. ഇപ്പോൾ നേരത്തെ ആ വിലയിരുത്തൽ കേരളത്തിൽ ശ്രീ അച്യുതാനന്ദൻ നടത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്നുള്ള വിലയിരുത്തൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ശ്രീ AK ആൻ്റണി നടത്തിയിട്ടുണ്ട്. UDFൻ്റെ ഭാഗത്ത് നിന്ന് AK ആൻ്റണി നടത്തിയതുപോലെ അത്രയും വലിയ ഒരു വിലയിരുത്തൽ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കേരളത്തിൻ്റെ സാമൂഹിക സാഹചര്യം, സാമൂഹിക രാഷ്ട്രീയം അത് മാറുന്നു എന്നുള്ളത് കേരളത്തിലെ പ്രമുഖ പല രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും നേരത്തെ ഒരു ചൂണ്ടുപലക എന്നുള്ള നിലക്ക് അവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് വലിയ ചർച്ചയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സൂചിപ്പിക്കുന്നത് അതിന് സമാനമായിട്ടുള്ള, അതിനോടൊപ്പം നിൽക്കുന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റേത് നമ്മൾ 2 തരത്തിൽ വേണം അതിനെ നോക്കിക്കാണാൻ. ഒന്ന്, രാഷ്ട്രീയ നിലപാടുകളുടെ കൂടി ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെയും എല്ലാം ഒരു വിലയിരുത്തൽ. SNDPക്ക് ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ SNDPയുടേതൊരു രാഷ്ട്രീയ സംവിധാനമല്ല, സംഘടനയല്ല. നമ്മളുടെ അറിവനുസരിച്ച് അങ്ങനെ ഒരു നിലപാട് പരസ്യമായി സ്വീകരിച്ചിട്ടുമില്ല. പക്ഷേ ഒരു സമൂഹം എന്ന നിലക്ക് ആ സമൂഹത്തിന് കേരളത്തിലെ പൊതു ഇടങ്ങളിൽ അവർക്ക് കിട്ടേണ്ട ബഹുമാനമാണെങ്കിലും അവർക്ക് കിട്ടേണ്ട സ്ഥാനമാണെങ്കിലും ആ സമൂഹത്തിന് കിട്ടേണ്ട, ആ സമുദായത്തിന് കിട്ടേണ്ട പ്രാതിനിധ്യമാണെങ്കിലും അത് ഉറപ്പിക്കുക എന്നുള്ളത് അവരുടെ ബാധ്യതയാണ്. അപ്പോൾ അതിൽ തങ്ങൾക്ക് കൃത്യമായ പ്രാതിനിധ്യം കിട്ടുന്നില്ല എന്നുള്ളത് ഒരിക്കൽ നാം പറഞ്ഞു കേട്ടത് ഇടതുപക്ഷത്ത് നിന്ന് ശ്രീമതി KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാവുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകൾ ഉയർന്നു വന്ന സമയത്താണ്. അപ്പോൾ അതിനുശേഷം സുശീല ഗോപാലൻ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ഈ ചർച്ചകൾ ഉയർന്നു വന്നതാണ്. അപ്പോൾ സാമൂഹികപരമായും രാഷ്ട്രീയപരമായും കിട്ടേണ്ട പ്രാമുഖ്യം അത് വനിതകൾക്കും ലഭിച്ചിട്ടില്ല, പുരുഷന്മാർക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ സമൂഹം എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു ഗവൺമെൻറ്റിൽ നിന്നോ ഒരു മുന്നണിയിൽ നിന്നോ ഇടതുപക്ഷത്തു നിന്നവർക്ക് ലഭിച്ചില്ല. ഇതുകൊണ്ടാണ് ശ്രീ AK ആൻ്റണി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞപ്പോൾ
അപ്പോൾ കോൺഗ്രസ് എടുത്തിട്ടുള്ള നയം നോക്കിക്കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിമാരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ, അവർ കൊണ്ടുവന്നിട്ടുള്ള അവസരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ എത്രയോ ഈ തരത്തിൽ തങ്ങൾ അവഗണിക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായമുള്ളവരാണ് SNDP വിഭാഗത്തിൽ നിന്നുള്ള അതിൻ്റെ നേതാക്കന്മാർ. അതുകൊണ്ടാണല്ലോ ശ്രീ വെള്ളാപ്പള്ളി അത് തുറന്നു പറയുന്നത്, ഞങ്ങൾക്ക് അർഹമായിട്ടുള്ള സ്ഥാനം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് നേടിയെടുക്കാൻ അവർക്ക് പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല. അതിൽ BJPയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള വിഷയമോ സാഹചര്യമോ അതിനകത്ത് വരേണ്ട സാഹചര്യമില്ല. BDJS BJPയുടെ പ്രവർത്തനത്തിൻ്റെയും BJPയുടെ മുന്നണിയുടെയും ഭാഗമാണ്, NDAയുടെ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ ശക്തമായിട്ടുള്ള ഒരു സാമൂഹിക സുരക്ഷിതത്വവും അതോടൊപ്പം തന്നെ ഒരു സന്തുലിതാവസ്ഥയും കേരളത്തിലുണ്ടാകണം എന്ന് അവർ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് കാണേണ്ടത്. അല്ല, വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇത്തരത്തിൽ ഒരു നിലപാടുകൾ സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം മകൻ ഈ BDJSലുള്ളത് കൊണ്ട് തന്നെ BJPയെ അധികം വേദനിപ്പിക്കാത്ത വിധത്തിലുള്ള പ്രസ്താവനകളുമാണ് വരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആക്രമണങ്ങൾ പൂർണ്ണമായും കോൺഗ്രസ്സിന് നേർക്കാണ്. അത് കേരളീയ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി ഇപ്പോൾ NSS എടുക്കുന്ന സമദൂരം പോലെ അല്ല വെള്ളാപ്പള്ളി നടേശൻ എടുക്കുന്ന ഈ നിലപാട്. ഒരുപക്ഷെ ഈ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്ന ED അന്വേഷണത്തെയൊക്കെ അദ്ദേഹം ഭയക്കുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ BJPക്കെതിരെ സംസാരിക്കാത്തതെന്നും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ടിന് വേണ്ടി LDFനൊപ്പം അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് പൊതുവെ ഉണ്ട്. അതിനെ എങ്ങനെ കാണാം? നമുക്കങ്ങനെ ഒരു സമുദായ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഒരു സാമൂഹിക സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഏതെങ്കിലും ഒരു കേസിനെ ഭയന്നോ അതല്ലെങ്കിൽ ഒരു അന്വേഷണത്തെ ഭയന്നോ ഒക്കെ ഒരു പൊതു നിലപാട് മാറ്റുമെന്ന് വിശ്വസിക്കാനോ ചിന്തിക്കാനോ വയ്യ. അതിൻ്റെ ഒരു വിഷയമുള്ളത്, ഇപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നത് സാമൂഹിക അസന്തുലിതാവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അതല്ലാതെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസുകളുടെ ചർച്ചകൾ നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലോ സാമൂഹിക മാധ്യമങ്ങളിലുണ്ടാകുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അദ്ദേഹത്തിന് നിയമപരമായി നടപടിയെടുക്കുമ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട നടപടികളിൽ ഗുണം ലഭിക്കുന്നില്ല സമൂഹത്തിന് എന്ന് സൂചിപ്പിക്കാൻ. മറ്റൊന്ന്, സംവരണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ നടപടികൾ അവരുടെ സമൂഹത്തിന് കിട്ടുന്നില്ല എന്ന് സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ വരും ഭാവിയിൽ, അതാണ് അദ്ദേഹം മുന്നോട്ട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയം, 2040 ഒരു 10-15 വർഷം കഴിഞ്ഞുണ്ടാകാൻ പോകുന്ന സാമൂഹിക മാറ്റത്തിൽ വലിയ തരത്തിൽ പിന്നോട്ട് പോകും ആ സമൂഹം എന്ന് അദ്ദേഹം സൂചിപ്പിക്കാൻ. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് എന്താണ്? മറ്റ് സമൂഹങ്ങൾക്കുണ്ടാകുന്ന വളർച്ചയാണ്. സ്വാഭാവികമായും എല്ലാ സമൂഹങ്ങളും വളരുന്ന പോലെ തന്നെ ഈ സമൂഹവും വളരേണ്ടതാണ്. പക്ഷേ അതിനുള്ള ഒരു ചർച്ചയ്ക്കുള്ള വേദിയാക്കി അദ്ദേഹം ഇതിനെ മാറ്റുന്നു എന്നുള്ളതാണ്. അതിൽ തെറ്റ് കാണേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളത്, SNDPയെ സംബന്ധിച്ച് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവരുടെ അജണ്ട, അവരുടെ സാമൂഹികപരമായി അവർക്കുണ്ടാകുന്ന ഉന്നമനത്തിൽ കൃത്യമായിട്ടുള്ള പങ്ക് അവരുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നുള്ളതാണ്. അത് വളർച്ചയുടെ കാര്യത്തിലും ഉണ്ടാകണം, ഒപ്പം തന്നെ സാമൂഹിക സുരക്ഷിതത്വത്തിൻ്റെ കാര്യത്തിലും ഉണ്ടാകണം. ഈ രണ്ട് മുന്നണികളും ഇപ്പോൾ കേരളത്തിൽ BJP ഭരണത്തിലുണ്ടായിരുന്നിട്ടില്ലല്ലോ. കേരളത്തിൽ BJP ഇടതുപക്ഷത്തും വലതുപക്ഷത്തുമുള്ള മുന്നണികൾ കേരളം ഭരിക്കുന്നതല്ലാതെ BJP ഒരിക്കലും ഭരണത്തിൻ്റെ ഭാഗമായി വന്നിട്ടില്ല. ഈ രണ്ട് മുന്നണികളുടെ ഭാഗത്തു നിന്നും ഇത്രയും കാലം കേരളം മാറി മാറി ഭരിച്ചിട്ടും ആ വിഭാഗത്തിന് അർഹമായിട്ടുള്ള മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായില്ല എന്ന് ഇപ്പോൾ അതിൻ്റെ നേതൃത്വം കാണുന്നുണ്ടെങ്കിൽ അതൊരു യാഥാർത്ഥ്യമല്ലേ? ആ സാമൂഹിക യാഥാർത്ഥ്യത്തെ കാണാതെ, രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഏതെങ്കിലും ഒരാളെ പിന്തുണക്കലോ ഏതെങ്കിലും ഒരു സംവിധാനത്തെ പിന്തുണക്കലോ അല്ല, മറിച്ച് ഒരു സാമൂഹിക രാഷ്ട്രീയം, ഒരു സാമൂഹിക സത്യാവസ്ഥ, യാഥാർത്ഥ്യം അദ്ദേഹം പുറത്തു പറയുകയാണ്. ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന സമയത്താണെങ്കിലും UDF ഭരിക്കുന്ന സമയത്താണെങ്കിലും തങ്ങളുടെ സമൂഹത്തിന്, തങ്ങളുടെ സമുദായത്തിന് അർഹമായിട്ടൊരു പ്രാതിനിധ്യം കേരളത്തിൻ്റെ സമൂഹത്തിൽ ലഭിച്ചില്ല. അത് ഭരണരംഗത്ത് ലഭിച്ചില്ല, വിദ്യാഭ്യാസ രംഗത്ത് ലഭിച്ചില്ല, സാമൂഹിക സുരക്ഷയുടെ കാര്യത്തിൽ ലഭിച്ചില്ല, സാമുദായിക വളർച്ചയുടെ കാര്യത്തിൽ ലഭിച്ചില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ലഭിച്ചില്ല, സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ അവർ നടത്തുന്ന ശ്രമത്തിൻ്റെ കാര്യത്തിൽ ലഭിച്ചില്ല. അങ്ങനൊരു പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല, ഭരണ നേതൃത്വത്തിൽ അതിൻ്റെ സ്വാധീനം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ കൃത്യമല്ലേ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? ഈ രാഷ്ട്രീയ സാമൂഹിക സമവാക്യത്തിൽ അവർ പിന്തള്ളപ്പെടുന്നു ഈ രണ്ട് മുന്നണികളുടെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ്. അത് പരിഹരിക്കപ്പെടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സ്വാഭാവികമായും പരിഗണിക്കപ്പെടേണ്ടതാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, അത് വിലയിരുത്തപ്പെടേണ്ടതാണ്. സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ മാറ്റമാണെങ്കിലും സാമൂഹിക മാറ്റമാണെങ്കിലും അവർ നേതൃത്വം കൊടുക്കുന്ന ഒരു വിഷയത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് മാറുമെന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നതും അതാണ് അവരുടെ അഭിപ്രായവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.